വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം ഞാൻ ഇന്നു മുതൽ വീണ്ടും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലത്തെ 5ാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്നതാണ്. പാഠത്തിൻ്റെ പേര് പോലെ തന്നെയാണ് അതിലെ കണ്ടന്റും എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം, ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അത് പ്രതിരോധിക്കുന്നത്, നമ്മുടെ ശരീരം ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധിക്കുന്നത് എന്നാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 2 സംവിധാനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടുള്ള സംവിധാനമാണ് ശരീരത്തിലെ ആവരണങ്ങളും. രണ്ടാമതായി പറയുന്നത് ശരീര ദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്നതിൽ ഉൾപ്പെട്ടതാണ് ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ മുതലായവ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംവിധാനമാണ് ശരീര ദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 എണ്ണേ ഉള്ളൂ, രക്തവും ലിംഫും. അപ്പൊ ഈ 2 സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തടയുന്നത്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെയാണ് ഇവർ തടയുന്നത്, രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാക്കുന്നത് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ നേരത്തെ 2 സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്താണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായി പെടുന്നതാണ് ത്വക്ക് എന്ന് പറയുന്നത്. ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് ത്വക്ക്. മാത്രമല്ല രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയുന്ന ഒരു രക്ഷാ കവചം കൂടിയാണ് ത്വക്ക്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എപ്പിഡെർമിസ് എന്ന് പറയുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. അപ്പോൾ ത്വക്കിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന, അതായത് നമ്മൾ കാണുന്ന ത്വക്കിന്റെ ഉള്ളിൽ കാണുന്ന ആദ്യ ഭാഗമാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ധർമ്മം എന്നാണ്, അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ എന്ത് ചെയ്യും, രോഗാണുക്കളെ തടഞ്ഞു നിർത്തുന്നു. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാതെ എന്ത് ചെയ്യും, ആദ്യം തന്നെ അത് തടഞ്ഞു നിർത്തും. രണ്ടാമതായി പറയുന്ന ഭാഗമാണ്, അതായത് എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗമാണ് സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്, അത് ഉൽപ്പാദിപ്പിക്കുന്ന സെബം ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി നിൽക്കാത്തതുമാക്കി മാറ്റുന്നു. അതായത് എന്ത് ചെയ്യുന്നു, സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥി എന്ത് ചെയ്യും, അത് സെബം ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ ത്വക്കിനെ എന്തുള്ളതാക്കി മാറ്റും, എണ്ണമയമുള്ളതും മാത്രമല്ല വെള്ളം പറ്റി നിൽക്കാത്തതുമായ ഒരു അവസ്ഥയാക്കി മാറ്റും.
പിന്നെ മൂന്നാമതായി പറയുന്നതാണ് എന്ത്, ശ്വേതഗ്രന്ഥി എന്ന് പറയുന്നത്. അത് ഈ സെബേഷ്യസ് ഗ്രന്ഥിയുടെ തൊട്ട് താഴെയായിട്ട് പെടുന്ന ഒരു ഭാഗമാണ് ശ്വേതഗ്രന്ഥി. അതെന്താ ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ വേർക്കാറുണ്ട്, സാധാരണ എല്ലാവരും വേർക്കാറുണ്ട്. അപ്പൊ വേർപ്പിൽ തന്നെ എന്തുണ്ട്, ഒരു അണുനാശിനി ഉണ്ട്. അതെന്ത് ചെയ്യും, രോഗാണുക്കളെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യും, നശിപ്പിക്കും. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ത്വക്കിന് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്നതിൽ ഒന്നാമത്തെയാണ് നമ്മൾ പഠിച്ചത് ത്വക്ക് എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വക്കിന് ശേഷം എന്താണ്, ശ്ലേഷ്മസ്തരമാണ് നമ്മൾ പഠിച്ചത്. അതായത് ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത് എന്താണ്, ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് എന്ത്, ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. ഈ ശ്ലേഷ്മസ്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മങ്ങളെ എന്ത് ചെയ്യും, രോഗാണുക്കളെ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും, നശിപ്പിക്കും. ഈ നശിച്ച രോഗാണുക്കളെ എന്ത് ചെയ്യും, സീലിയ കോശങ്ങൾ വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് കളയും. അതാണ് ശ്ലേഷ്മസ്തരത്തിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ത്വക്കിന്റെ ധർമ്മം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ പഠിച്ചത് എന്താണ്, ശ്ലേഷ്മസ്തരമാണ്. ശ്ലേഷ്മസ്തരം ഒരു ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കും. ആ ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ ശ്ലേഷ്മത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, രോഗാണുക്കൾ നശിക്കും. നശിക്കപ്പെട്ട രോഗാണുക്കളെ എന്ത് ചെയ്യും, ശ്ലേഷ്മസ്തരത്തിലെ സീലിയ കോശങ്ങൾ വഴി എന്ത് ചെയ്യും, പുറന്തള്ളും എന്നാണ് പറയുന്നത്. ഇതാണ് ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവരണങ്ങളും അതുപോലെ സ്രവങ്ങളും നമ്മുടെ പ്രതിരോധത്തിന്റെ ഒരു സംവിധാനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശരീര ആവരണങ്ങൾ ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. വാസസ്ഥലത്തിനും പോഷകങ്ങൾക്കും വേണ്ടി ഇത്തരം ബാക്ടീരിയകളോട് രോഗാണുക്കൾക്ക് മത്സരിക്കേണ്ടി വരുന്നു. ഈ മത്സരത്തിൽ ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അപ്പൊ നമ്മുടെ ആവരണം, നമ്മുടെ ശരീരത്തിലെ ഈ ത്വക്ക് അതുപോലെ ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞ ആവരണങ്ങളൊക്കെ എന്താണ്, ഒരുപാട് ഉപകാരികളായ ബാക്ടീരിയകളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ ബാക്ടീരിയകളുമായിട്ട് എന്ത് ചെയ്യും, പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കൾ എന്ത് ചെയ്യും, മത്സരിക്കേണ്ടി വരും. ഈ മത്സരത്തിനൊടുവിൽ എന്ത് സംഭവിക്കും, ഈ രോഗാണുക്കൾ എന്ത് ചെയ്യും, നശിച്ചു പോകും എന്നാണ് പറയുന്നത്. പോഷകത്തിന് വേണ്ടി വാസസ്ഥലത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, ബാക്ടീരിയകളോട് ഈ രോഗാണുക്കൾ എന്ത് ചെയ്യും, മത്സരിക്കും. ഈ മത്സരത്തിനൊടുവിൽ എന്ത് സംഭവിക്കും, രോഗാണുക്കൾ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഉപകാരികളായ ഒരുപാട് ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താണ്, രോഗാണുക്കളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കുന്ന ബാക്ടീരിയകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു, എന്ത്, ശ്ലേഷ്മസ്തരമാണ് രണ്ടാമത്തെ ഭാഗം. അതിന്റെ ധർമ്മങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്ന സ്രവങ്ങളും അതുപോലെ തന്നെ ആവരണങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കർണമെഴുക, അതായത് നമ്മുടെ ചെവിക്കുള്ളിൽ എന്താണ്, എന്തെങ്കിലും രോഗാണുക്കളൊക്കെ കടക്കാതിരിക്കാൻ വേണ്ടി ചെവിക്കുള്ളിൽ തന്നെയുള്ള ഒരു സംവിധാനമാണ് എന്ത്, കർണമെഴുക എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കണ്ണുനീരിലെ ലൈസോസോമാണ് പറയുന്നത്. നമ്മുടെ ഈ കണ്ണുനീര് എന്ന് പറയുന്നത് നല്ലൊരു പ്രതിരോധം, അതായത് രോഗാണുക്കളെ തടയാനുള്ള ഒരു നല്ലൊരു പ്രതിരോധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, മൂക്കിലെ ശ്ലേഷ്മം, ഇതും എന്താണ്, രോഗാണുക്കളെ തടയാനുള്ള മറ്റൊരു മാർഗമാണ്. അതുപോലെ തന്നെ ഉമിനീരിലെ ലൈസോസോം, ശ്വാസനാളിയിലെ ശ്ലേഷ്മം, ആമാശയത്തിലെ HCl, കുടലിലെ ശ്ലേഷ്മം, മൂത്രത്തിലെ ലൈസോസയും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ഇത്രയും സ്രവങ്ങളും ആവരണങ്ങളുമാണ് എന്ത്, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി രോഗാണുക്കളെ തടയാൻ വേണ്ടി നമുക്ക് ഉള്ളത്. ഇതൊക്കെ ഷുവറായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരദ്രവങ്ങളും പ്രതിരോധത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും പ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക, അവയെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക, പെരുകൾ തടയുക തുടങ്ങിയ വ്യത്യസ്ത പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത്. ശരീരദ്രവങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2 സംവിധാനങ്ങളിൽ ഒന്നാണ് ശരീരദ്രവങ്ങൾ എന്ന് പറയുന്നത്. രക്തവും ലിംഫുമാണ് അതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും മുഖ്യ പങ്ക് അല്ലെങ്കിൽ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? രോഗാണുക്കളെ ശരീരത്തേക്കുള്ള പ്രവേശനം തടയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? രോഗാണുക്കൾ അഥവാ ശരീരത്തിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ എന്ത് ചെയ്യുക? നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ആ വിഷവസ്തുക്കളെ എന്ത് ചെയ്യും? ഈ രക്തവും ലിംഫും കൂടെ എന്ത് ചെയ്യും? നിർവീര്യമാക്കിയിട്ട് മാറ്റും. മാത്രല്ല രോഗാണുക്കൾ കൂടുതൽ പെരുകാതെ എന്ത് ചെയ്യും? നോക്കുന്നതും ഈ രക്തവും ലിംഫും കൂടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത തരം പ്രതിരോധ തന്ത്രങ്ങളാണ് രക്തവും ലിംഫും കൂടെ ശരീരത്തിൽ നടത്തുന്നത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത് ഏതൊക്കെ തന്ത്രങ്ങളാണ് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ രക്തത്തിന്റെ ധർമ്മം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. നമുക്കറിയാം രക്തത്തിൽ 3 തരം രക്താണുക്കൾ ഉണ്ട്. ഒന്ന് അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ. ഇവ 3ഉമാണ് രോഗപ്രതിരോധ ശേഷിയും മറ്റും നിലനിർത്തുന്നത്. അപ്പോ രക്തത്തിലെ ഒരു പ്രധാനപ്പെട്ട രക്താണുവാണ് ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്വേതരക്താണുക്കൾ 5 വിധത്തിലുണ്ട്, 5 ടൈപ്സ് ഉണ്ട് ശ്വേതരക്താണുക്കൾ. അതാണ് അതിലൊന്നാണ് ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞ ശ്വേതരക്താണു. അതെന്ത് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു? ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞ ശ്വേതരക്താണു എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാണു, അതായത് ബാക്ടീരിയകൾ, പുറത്തുനിന്ന ബാക്ടീരിയകളും ഫംഗസൊക്കെ ആണല്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രോഗാണു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള രോഗാണുക്കൾ തന്നെയാണല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യും? വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല എന്ത് ചെയ്യും? ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളും രാസവസ്തുക്കളും ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത്തരം രാസവസ്തുക്കളൊക്കെ ഉണ്ടാക്കുകയാണ് ഈ ന്യൂട്രോഫിലിന്റെ ധർമ്മം. രണ്ടാമത്തെ ശ്വേതരക്താണുവാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. മറ്റു ശ്വേതരക്താണുക്കളെ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇതെന്താ ചെയ്യുന്നത്? ഈ ശ്വേതരക്താണു എന്താ ചെയ്യുന്നത്? മറ്റ് ശ്വേതരക്താണുക്കളെ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് ശ്വേതരക്താണുക്കളെയും കൂടി എന്ത് ചെയ്യും? ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കുകയാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല രക്തക്കുഴലുകളുടെ വികസനം, അതായത് വികാസം ആണ് ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ശ്വേതരക്താണുവാണ് ഈസിനോഫിൻ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? അതിന്റെ ധർമ്മം എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് എന്താ പറയുന്നത്? അന്യവസ്തുക്കളെ നശിപ്പിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ വിഷവസ്തുക്കളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്വേതരക്താണുവാണ് ഈ ഈസിനോഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണം എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതാണ്. അപ്പോൾ വീങ്ങൽ പ്രതികരണത്തിന്
ഇടയാക്കുന്ന രാസവസ്തുക്കൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈസിനോഫിൻ എന്ന് പറയുന്ന ശ്വേതരക്താണുവാണ് ഉണ്ടാക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് എന്താണ്? മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറഞ്ഞ ശ്വേതരക്താണു എന്ത് ചെയ്യുന്നത്? നമ്മളെ ഫസ്റ്റ് പറഞ്ഞ ന്യൂട്രോഫിൻ പോലെ തന്നെ എന്താണ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? മോണോസൈറ്റ് എന്ന് പറഞ്ഞ ശ്വേതരക്താണുക്കളും ചെയ്യുന്നത്. ലിംഫോസൈറ്റ് ഉണ്ട് അടുത്തത്. അഞ്ചാമതായി പറയുന്നതാണ് ലിംഫോസൈറ്റ്. അതെന്താണ്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നത്? രോഗാണുക്കളെ പ്രത്യേകമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് 5 തരം രക്താണുക്കൾ, അതായത് ശ്വേതരക്താണുക്കളും അവയുടെ ധർമ്മങ്ങളുമാണ് നമ്മളിപ്പോ പഠിച്ചത്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ വരാതിരിക്കാൻ വേണ്ടി ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ഒരുപാട് തന്ത്രങ്ങൾ, അതായത് രോഗാണുക്കൾ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ആ ഭാഗത്തെ ലോമികളെ വികസിപ്പിക്കുകയും അതുവഴി രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു. രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു. ഇതാണ് മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങുന്നതിന് കാരണം. ഈ പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും സ്ഥലത്ത് മുറിവോ അല്ലെങ്കിൽ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും? കോശങ്ങൾക്ക് കേടുപറ്റും. അപ്പോൾ കേടുപറ്റിയ കോശങ്ങൾ എന്ത് ചെയ്യും? ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഈ രാസവസ്തുക്കൾ എന്ത് ചെയ്യും? ഈ ഭാഗത്തെ ലോമികളെ എന്ത് ചെയ്യും? വികസിപ്പിക്കും. അതുവഴി എന്ത് ചെയ്യും? രക്തപ്രവാഹം ആ ഭാഗം കൂടും. ആ ഭാഗത്ത് എന്ത് ചെയ്യും? രക്തപ്രവാഹം കൂടും. മാത്രമല്ല എന്ത് ചെയ്യും? രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ രക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് എന്ത് ചെയ്യും? മുറിവേറ്റ ഭാഗത്തേക്ക് എത്തും. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് തട്ടുകയോ അതുപോലെ തന്നെ മുറിവ് പറ്റുമ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് എന്തുണ്ടാവും? ചെറിയ രീതിയിലൊരു വീക്കം ഉണ്ടാവും. കുറച്ച് ചെറിയ രീതിയിലൊരു വീങ്ങൽ സംഭവിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫേഗോസൈറ്റോസിസ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫേഗോസൈറ്റിസ്. ഫേഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫേഗോസൈറ്റുകൾ. ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഫോഗോസൈറ്റുകളാണ്. അതായത് എന്താണ്? വീങ്ങൽ പ്രതികരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ്, അതായത് പ്രതിരോധ പ്രവർത്തനമാണ് ഫേഗോസൈറ്റോസിസ്. അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശ്വേതരക്താണുക്കൾ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറയുന്ന ശ്വേതരക്താണുക്കള് 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അതിൽ പെടുന്ന, അതായത് വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും എന്ന് പറഞ്ഞ ശ്വേതരക്താണുക്കൾ. ഇവ രണ്ടും എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു തരത്തിലുള്ള രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഴുങ്ങി നശിപ്പിക്കൽ പ്രക്രിയയെ പറയുന്ന പേരാണ് ഫേഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് ഫേഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഫേഗോസൈറ്റുകൾ എന്ന കോശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മോണോസൈറ്റും
ന്യൂട്രോഫിലും എന്ന് പറഞ്ഞ ശ്വേത രക്താണുക്കൾ. രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് സമയം അതിൽ നിന്ന് രക്തം പോവുകയും കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ആ സ്ഥലത്ത് രക്തം നിൽക്കുന്നത്, അതായത് രക്തം സ്രാവം ഉണ്ടാവുന്ന എന്ത് ചെയ്യും? അത് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ രക്തം കട്ട പിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. അതിന്റെ ഘട്ടങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. അപ്പൊ ആദ്യം തന്നെ ഒന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞത് മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു രക്താണുവാണ് എന്ത്? പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ രാസാഗ്നി ഉണ്ടാവും. അതിനുശേഷം എന്ത് സംഭവിക്കും? പ്ലാസ്മയിലെ പ്രോത്രോബിൻ എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യവുമായി മാറിയിട്ട് കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവ കൂടിച്ചേർന്ന് എന്തുണ്ടാവും? ത്രോംബിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ആദ്യം എന്ത് സംഭവിക്കും? കലകളും, അതായത് മുറിവേറ്റ ഭാഗത്തിലെ കലകളും പ്ലേറ്റ്ലെറ്റുകളും എന്ത് ചെയ്യും? ശിഥിലീകരിച്ചിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു രാസാഗ്നി ഉണ്ടാവും. അതിനുശേഷം എന്ത് സംഭവിക്കും? പ്ലാസ്മയിലെ പ്രോത്രോബിൻ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യവും വിറ്റാമിൻ കെയും കൂടി ചേർന്ന് ത്രോംബിനായിട്ട് മാറും. അതിനുശേഷം ഫൈബ്രിനോജിൻ എന്ത് ചെയ്യും? ഫൈബ്രിൻ നാരുകളായിട്ട് മാറും. അതിനുശേഷം എന്ത് ചെയ്യും? ഫൈബ്രിൻ നാരുകളും രൂപപ്പെടുന്ന വരക്കണ്ണികൾ, അരുണ രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ എന്ത് ചെയ്യും? അവിടെ തങ്ങി നിൽക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തം കട്ടയായിട്ട് മാറുന്നത്. അതായത് ഫൈബ്രിൻ നാരുകളിൽ എന്ത് ചെയ്യും? ചേർന്ന് ഫൈബ്രിൻ നാരുകൾ, കുറെ ഫൈബ്രിൻ നാരുകൾ ഉണ്ടാവും. ആ നാരുകളൊക്കെ ചേർന്ന് എന്ത് ചെയ്യും? ചേർന്ന് ഒരു വരക്കണ്ണികൾ രൂപപ്പെടും. ഈ വരക്കണ്ണികളിൽ എന്ത് ചെയ്യും? അരുണ രക്താണുക്കളും പ്ലേറ്റുകളും എന്ത് ചെയ്യും? തങ്ങി നിന്ന് അവിടെ ഒരു രക്തക്കട്ടയുണ്ടാവുന്നു. അപ്പൊ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കുറെ സമയം മുറിവിലൂടെ രക്തം പോയതിനു ശേഷം ഈ പ്രവർത്തനം അവിടെ സംഭവിക്കും. ആ സമയത്താണ് നമുക്ക് രക്തം എന്താവുന്നത്? കട്ടയാവുന്നത്, രക്തം കട്ട പിടിക്കുന്നത്. അതായത് രക്തം മുറിവിലൂടെ പോയതിനു ശേഷം പിന്നെ ആ രക്തം പോവാതെ ആവുമല്ലോ. അതായത് രക്തം കട്ട പിടിച്ച് നിൽക്കും. അതായത് പിന്നെ കുറെ സമയത്തേക്ക് എന്ത് ചെയ്യില്ല? രക്തം പോവില്ല. അതാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രവർത്തനം അവിടെ നടന്നതിന് ശേഷമാണ് ആ രക്തം കട്ടയായിട്ട് മാറുന്നത്. അപ്പൊ ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രക്തം പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിനെതിരെ ഒരു രോഗമാണ് അതൊരു, ശരിക്കും പറഞ്ഞാൽ. രക്തം നിൽക്കേണ്ട സമയത്ത്, അതായത് മുറിവിലൂടെ രക്തം നിൽക്കേണ്ട സമയത്ത് നിന്നില്ലെങ്കിൽ അതൊരു രോഗമാണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സാധാരണ നിലയിൽ ഒരു മുറിവുണ്ടായതിനു ശേഷം രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സാധാരണ സമയത്ത് മുറിവിലൂടെ എന്ത് ചെയ്യുന്നത്? കുറച്ച് സമയം രക്തം പോയതിനു ശേഷം അവിടെ എന്ത് ചെയ്യും? ഈ പ്രവർത്തനം നടക്കുമ്പോഴാണ് രക്തം കട്ടയായിട്ട് മാറുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തം കട്ട പിടിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതൊരു രോഗത്തിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ആ സമയം അതിനുള്ള കാരണം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് എന്ത്? ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, APTT. അതാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് എന്നാണ് നമുക്ക് നോക്കാം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT. രക്തസാമ്പിളിൽ പ്രത്യേക റീഏജന്റുകൾ ചേർക്കുമ്പോൾ
എത്ര സെക്കൻഡുകൾ കൊണ്ട് രക്തം കട്ട പിടിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡ് ആണ്. രക്തം കട്ട പിടിക്കുമ്പോൾ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയുന്നു. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണ ഈ ടെസ്റ്റ് നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ത സാമ്പിളിൽ ചില ഏജന്റുകൾ ചേർക്കുമ്പോൾ എത്ര സെക്കൻഡോട് രക്തം കട്ടപിടിക്കുന്നു കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ ഈ പരിശോധനയുടെ സാധാരണ മൂല്യം നിർണ്ണയിക്കുന്നത് എപ്പോഴും 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെയാണ് രക്തം കട്ടപിടിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അറിയാൻ പറ്റും ഈ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന സാമ്പിളുകൾ രക്തം കട്ടപിടിക്കാൻ എത്ര സമയം എന്ന രീതിയിൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ സാധാരണ ഒരു മനുഷ്യരുടെ രക്തസ്രാവം അല്ലെങ്കിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സമയം വരെയാണെന്നുള്ളത് 2 മുതൽ 7 മിനിറ്റ് വരെയാണ് അതിൽ നിന്ന് രക്തം പോകേണ്ട ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാല്. പിന്നെ 8 മുതൽ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിലല്ല രക്തം കട്ട പിടിക്കുന്നെങ്കിൽ അതൊരു രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ രോഗം കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് APTT എന്ന് പറയുന്നത്. അപ്പൊ അത് നടത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചില ഏജന്റുകൾ ചേർക്കുമ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ടപിടിക്കാൻ പറ്റും രക്തം കട്ടപിടിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു പരിശോധനയാണ് ഇത്. സാധാരണ ഇതിന്റെ മൂല്യം കണക്കാക്കൽ 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെയാണ് ഇതിന്റെ മൂല്യം കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പനി വരാറുണ്ട് അല്ലെ? അപ്പോ ആ പനി എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ശരീരത്തിന്റെ സാധാരണ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം സാധാരണ നമ്മുടെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ മനുഷ്യരുടെ ശരീര താപനില എന്ന് പറയുന്നത്. അപ്പൊ ആ 37 ഡിഗ്രിയിൽ നിന്നും ഉയരുന്ന അവസ്ഥയെയാണ് പറയുന്നത് പനി എന്ന് പറയുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശരീര താപനില ഉയരുന്നത്. അപ്പൊ താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കും. അപ്പൊ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ വിഷവസ്തുക്കൾ വരുമ്പം തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ശ്വേതരക്താണുക്കളെ ഉത്തേജിക്കാൻ തുടങ്ങും, അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ വേണ്ടി കാരണമാകും. അതായത് രോഗാണുക്കൾക്കെതിരെ ശ്വേതരക്താണുക്കൾ പ്രതികരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വേതരക്താണുക്കളും ചില രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ആ രാസവസ്തുക്കളാണ് നമ്മുടെ ശരീര താപനില ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, ഉയരാൻ വേണ്ടി കാരണമാകുന്നത് അതാണ്. കാരണം ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി തിരിച്ചും ഈ ശ്വേതരക്താണുക്കളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കും. ആ രാസവസ്തുക്കളാണ് നമ്മുടെ ശരീര താപനില ഉയർത്തുന്നത്. പിന്നെന്താ സംഭവിക്കുന്നത്? ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു, ഫേഗോസൈറ്റിസിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. അതായത് ശരീര താപനില ഉയരുമ്പോൾ എന്ത് സംഭവിക്കും? ആ താപനിലയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് രോഗാണുക്കൾക്ക് കഴിയാത്തൊരവസ്ഥ വരും. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീര താപനില കൂടുമ്പം രോഗാണുക്കൾക്ക് ഒരിക്കലും ആ ഒരു ആ സമയത്ത് പെരുകാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല ഫേഗോസൈറ്റിസിസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
ആ ഫേഗോസൈറ്റസിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ എന്ത് ചെയ്യും, സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഈ ശരീര താപനില കൂടുന്നത് സഹായകമാകും എന്നാണ് പറയുന്നത്. ഫേഗോസൈറ്റിസ് എന്ന് പറഞ്ഞാല് നമ്മൾ വിഴുങ്ങൽ, അതായത് നമ്മുടെ ശരീരത്തിൽ രോഗാണു വന്നു കഴിഞ്ഞാല് ശ്വേതരക്താണുക്കൾ എന്ത് ചെയ്യും, അതിനെ വിഴുങ്ങി നശിപ്പിക്കും. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫേഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ എന്ത് ചെയ്യും, കൂടുതൽ ഫലപ്രാപ്തി കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ പനി എന്ന് പറയുന്നത് എന്താണ്, പേടിക്കേണ്ട ഒരു ലക്ഷണമല്ല, അതൊരു ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തിൽ കയറിയ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിംഫോസൈറ്റ് എന്ന പോരാളിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കേണ്ടത്. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജനുകൾ എന്ന് പറയുന്നു. ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ എന്ത് ചെയ്യും, ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളും ആന്റിജനുകൾ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യും, രോഗാണുക്കളെയും അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഓരോ ആന്റിജന്റെയും ഘടന എന്താണ്, പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റുകൾ എന്ന ശ്വേതരക്താണുക്കളാണ് ഇത്തരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. ഇവ അസ്ഥിയിൽ രൂപപ്പെടുന്നു. ഇവയിൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നതാണ് ബി ലിംഫോസൈറ്റുകൾ. ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ് പാകപ്പെടുന്നത്. ഇവയാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് രോഗാണുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളെ പറയുന്ന പേരാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഒന്നാമത്തെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അസ്ഥിമജ്ജയിലാണ് രൂപപ്പെടുന്നത് എങ്കിൽ അതിന് എന്ത് പറയും, ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയും. അഥവാ തൈമസ് ഗ്രന്ഥിയിലാണ് രൂപപ്പെടുന്നതെങ്കിൽ അതിന് എന്ത് പറയും, ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയും. അതായത് ബോൺ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ, അസ്ഥിമജ്ജ എന്ന് പറയുന്നത്, അതിലാണ് രൂപപ്പെടുന്നെങ്കിൽ അതിന് എന്ത് പറയും, ബി ലിംഫോസൈറ്റുകൾ എന്നും. നമ്മൾ തൈമസ് ഗ്രന്ഥിയിലാണ് രൂപപ്പെടുന്നെങ്കിൽ അതിന് എന്ത് പറയും, ടി ലിംഫോസൈറ്റുകൾ എന്നുമാണ് പറയുന്നത്. അപ്പൊ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, പ്രത്യേകമായ രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുന്നതിനെയാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ് തന്നെ 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റുകളും എന്നാണ് പറയുന്നത്. നമ്മൾ ലിംഫോസൈറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അതെന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആന്റിബോഡികൾ. അതായത് ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളും രാസവസ്തുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് രോഗാണുക്കളുടെ ഭാഗമായിട്ട് എത്തുന്ന സംഭവങ്ങൾ. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യും, ചില പ്രോട്ടീനുകളെ ഈ ബി ലിംഫോസൈറ്റുകളെ ഉൽപ്പാദിപ്പിക്കും. ഇവയെ പറയുന്ന പേരാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ഇനി 3 രീതികളിലാണ് ഈ ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം. ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. രണ്ടാമതായി പറയുന്നത് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മൂന്നാമതായി പറയുന്നതാണ് മറ്റു ശ്വേതാണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇപ്പൊ 3 രീതികളിലാണ് എന്ത് ചെയ്യുന്നത്, ബി ലിംഫോസൈറ്റുകളെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ അല്ലെങ്കിൽ ബാക്ടീരിയകളിൽ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കളെ നശിപ്പിക്കുന്നത്. 3 രീതികളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്.
അടുത്തതായി പറയുന്നതാണ് ടി ലിംഫോസൈറ്റുകളെ. അതായത് ടി ലിംഫോസൈറ്റുകൾ ചെയ്യുന്ന എന്താണ്, മറ്റ് പ്രതിരോധ കോശങ്ങളെ എന്ത് ചെയ്യും, ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി ചെയ്യുന്നത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്ത് വൈറസുകൾ ബാധിക്കുമല്ലോ കോശങ്ങൾക്ക്, ആ കോശങ്ങൾ എന്ത് ചെയ്യും, പിന്നീട് അത് നശിപ്പിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പൊ ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മമാണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്ത്, ലിംഫോസൈറ്റുകളും അതിന്റെ 2 ഭാഗങ്ങൾ. ലിംഫോസൈറ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ 2 തരം ലിംഫോസൈറ്റുകളുണ്ട്. 2 തരം ലിംഫോസൈറ്റുകൾ, ഒന്ന് ബി ലിംഫോസൈറ്റ്, രണ്ടാമത് ടി ലിംഫോസൈറ്റ്. അപ്പൊ അത് രണ്ടിന്റെയും ധർമ്മങ്ങളും പഠിച്ചു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു ഈ ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ആന്റിബോഡികളെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ് ഇത് എന്നാണ് പറയുന്നത്. ഇതിന്റെ അറ്റങ്ങളിലെ ആന്റിജനുകളെ നശിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആകൃതിയിലുള്ള ഈ പ്രോട്ടീൻ എന്തുണ്ട്, ആന്റിജനുകളെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിന്റെ അറ്റത്ത്. പിന്നെന്താണ്, 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളാണ് ഉള്ളത്. ഈ അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ബി ലിംഫോസൈറ്റുകളിൽ പറയുന്നതെന്നാണ് ഇതിലുള്ളത്. അപ്പൊ ഇത്രനേരം നമ്മൾ പറഞ്ഞത് രക്തത്തിലെ അണുക്കളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിംഫില് എന്തൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ലിംഫ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് ആഗിരണം ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ രക്തത്തെ പോലെ തന്നെ പ്രധാനമർഹിക്കുന്നു. അതായത് എന്താണ്, രക്തത്തിൽ നിന്നാണ് ഈ ലിംഫ് രൂപപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ്, രക്തത്തിലേക്ക് തന്നെയാണ് പുനരാഗിരണവും ചെയ്യുന്നത്. അപ്പോൾ രക്തം പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ പ്രതിരോധ പ്രവർത്തനങ്ങളില്. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പങ്കുവഹിക്കുന്ന മറ്റൊരു ഭാഗമാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നു. ഇവ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നു. അപ്പോൾ ലിംഫിൽ എന്താണ്, ഒരുപാട് ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവ എന്ത് ചെയ്യും, ബാക്ടീരിയ, അതായത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന രോഗാണുവായ ബാക്ടീരിയ എന്ത് ചെയ്യും, ലിംഫോ നോഡിൽ വെച്ചിട്ടും അതുപോലെ സ്പ്ലീനിൽ വെച്ചിട്ടും എന്ത് ചെയ്യും, അപ്പൊ തന്നെ നശിപ്പിച്ച് കളയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ലിംഫും എന്താണ്, ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണെന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. ഇപ്പൊ വാക്സിനേഷനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടർ കണ്ടുപിടിച്ച, അതായത് ആദ്യമായി വാക്സിനേഷൻ കണ്ടുപിടിച്ച ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ചെറിയൊരു ബോക്സിൽ എന്താണെന്ന് നോക്കാം. എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും രോഗം ഭേദമാവുകയും ചെയ്തു. 2 മാസത്തിനു ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. ആ കുട്ടിക്ക് വസൂരി രോഗം ഉണ്ടായില്ല. ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തെ അനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് കിട്ടിയത്. അപ്പോൾ വാക്സിനേഷൻ എന്ന പേര് അദ്ദേഹം എന്താണ്, ഒരു കുട്ടിയിൽ ഗോവസൂരി എന്ന് പറഞ്ഞ രോഗം മുമ്പുണ്ടായിരുന്നു. ആ രോഗം വന്നവർക്ക് എന്താണ്, വസൂരി പിടിപെടുന്നില്ല എന്ന് അദ്ദേഹം പരീക്ഷിച്ച് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഭാഗമായിട്ടാണ് എന്ത് വേക്ക എന്ന വാക്കിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന വാക്ക് രൂപപ്പെട്ടു വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. എങ്ങനെയാണ് വാക്സിനേഷൻ, അതായത് പ്രതിരോധ പ്രവർത്തനം ത്തിന് തുടക്കമിട്ടത് എന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറയാനുള്ളത്. അടുത്തായി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രതിരോധവൽക്കരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്ത് ഒരു രോഗാണു കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരം തന്നെ അതിനെതിരെ പ്രതികരിച്ചില്ല. അതായത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗാണുക്കൾ അവിടെ കിടന്ന് എന്ത് ചെയ്യും? പെരുകിക്കൊണ്ടിരിക്കും. അതങ്ങനെ പെരുകി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യനില എന്ത് ചെയ്യും? മോശമായ രീതിയിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പെരുകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി എന്ത് ചെയ്യും? അതിന്റെ ആ രോഗാണുവിന്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് എന്ത് ചെയ്യും? പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കുന്ന ഒരു കൃത്രിമ മാർഗമാണ് എന്ത് പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. അതാണ് സംഭവം. പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത് അതാണ്. അതായത് കാലതാമസം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് രോഗാണുവിന്റെ ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ കോശങ്ങളെ, നമ്മുടെ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള ഒരു കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളുടെ കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കും ഓരോ വാക്സിനുകളിലെയും ഘടകങ്ങൾ. ഇവ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആന്റിജനുകളായി പ്രവർത്തിക്കുന്നു. ഇവയ്ക്കെതിരെ ശരീരത്തിൽ ആന്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ആന്റിബോഡികൾ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് എന്താണ്, ശരീരത്തിലെ ഏറ്റവും വലിയ, അതായത് എന്തെങ്കിലും നശിക്കപ്പെട്ട രോഗാണുക്കളോ അതുപോലെ നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്ത് പിന്നീട് ആന്റിജനുകളായി നമ്മുടെ ബോഡിയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ആന്റിജനുകൾക്ക് എതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആന്റിബോഡികൾ നിർമ്മിക്കുന്നത്. ഈ ആന്റിബോഡികളാണ് പിന്നീട്, അതായത് വാക്സിനേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ രോഗത്തിന് പിന്നീട് ഈ രോഗം നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം എന്ത് ചെയ്യും? രോഗത്തിനായിട്ട് എന്ത് ചെയ്യും? ആ രോഗം വന്നു കഴിഞ്ഞാൽ ഈ ആന്റിബോഡികൾ അത് പ്രവർത്തിക്കും. അപ്പൊ ആ രോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ എടുക്കുന്നതാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രതിരോധവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ വാക്സിനേഷനുകളാണ് എടുക്കേണ്ടത് എന്നാണ് ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? BCG. BCG ഏത് രോഗത്തിനാണ് നമ്മൾ എടുക്കുന്നത്? ക്ഷയം എന്ന രോഗത്തിനാണ് BCG എന്ന വാക്സിൻ എടുക്കുന്നത്. OPV എന്നത് പോളിയോ രോഗത്തിനാണ് നമ്മൾ OPV വാക്സിൻ എടുക്കുന്നത്. പിന്നെ പെൻഡാവാലന്റ്, അത് 5 രോഗങ്ങൾക്കാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് ടെറ്റനസ്, അതുപോലെ തന്നെ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള രോഗത്തിനാണ് എന്ത് പെൻഡാവാലന്റ് എന്ന വാക്സിൻ എടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ MMR, അത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മംബ്ലസ്, അതുപോലെ മെർട്ടേൽസ്, അതുപോലെ തന്നെ റുബെല്ല, ഇത്തരം രോഗങ്ങൾക്കാണ് MMR എടുക്കുന്നത്. അതുപോലെ തന്നെ TT എടുക്കുന്നത് നമുക്കറിയാം. സാധാരണ എന്താണ് TT എടുക്കൽ? ടെറ്റനസിന് ആണ് നമ്മൾ TT എടുക്കുന്നത്. അപ്പോൾ ഇത്രയും
കാര്യങ്ങൾക്കാണ് നമ്മൾ എപ്പോഴും വാക്സിനേഷൻസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് വാക്സിനേഷൻ്റെ ഭാഗം, വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും രോഗങ്ങൾക്കാണ് വാക്സിനേഷൻ എടുക്കാറ്. ഓരോ പ്രദേശം, അതുപോലെ തന്നെ ജീവിത രീതി, സംസ്കാരം, ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായ ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. സിദ്ധവൈദ്യം, പഞ്ചകർമ്മം, യുനാനി, പ്രകൃതി ചികിത്സ എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ചികിത്സാ രീതികളാണ്. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹാനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയായിരുന്നു ഹോമിയോപ്പതി. പാരമ്പര്യ ചികിത്സാ രീതികളിൽ നിന്ന് വേറിട്ട രീതികൾ അവലംബിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ നൽകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. അപ്പോൾ ജീവിത രീതികൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ജീവിത രീതികൾക്കും, അതുപോലെ സംസ്കാരം, അതുപോലെ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ, ഇവയ്ക്കൊക്കെ അനുസരിച്ചിട്ടാണ് ചികിത്സാ രീതികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന ചികിത്സാ രീതികളായിരുന്നു പഞ്ചകർമ്മ, യുനാനി, അതുപോലെ പ്രകൃതി ചികിത്സ, സിദ്ധവൈദ്യം. ഇതൊക്കെ അങ്ങനെ ഉത്ഭവിച്ചെടുത്ത ഒരു ചികിത്സാ രീതികളാണ്. ഹോമിയോപ്പതി കൊണ്ടുവന്നത് ഒരു വേറിട്ടൊരു ചികിത്സാ രീതി തന്നെയായിരുന്നു ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ആരായിരുന്നു? ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വൈദ്യശാസ്ത്ര രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്, പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചികിത്സാ രീതികൾ, വ്യത്യസ്ത ചികിത്സാ രീതികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ ചികിത്സാ രീതികളൊക്കെ ഉത്ഭവിച്ചെടുത്തത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ്? പല കാരണങ്ങൾ, അതായത് ജീവിത രീതികളും അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ആ ചികിത്സാ രീതികൾ ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ ECG എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, MRI സ്കാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പഠിക്കാനുള്ളത്. അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാം, അതാണ് EEG എന്ന് പറയുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. അതായത് മസ്തിഷ്കത്തിലും വൈദ്യുത തരംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉദ്ദീപനങ്ങളും അതിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉദ്ദീപനങ്ങളുടെ സമയത്ത് ഈ മസ്തിഷ്കത്തിൽ ഒരു വൈദ്യുത തരംഗങ്ങളുടെ പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കൂടിയാലും പ്രശ്നമാണ്, അത് കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം, അത് എല്ലാവർക്കും അറിയാം. ECG, അതായത് ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനാണ് ECG ടെസ്റ്റ് അല്ലെങ്കിൽ ECG എടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതാണ് സംഭവം. പിന്നെയുള്ളത് അൾട്രാസൗണ്ട് സ്കാനർ, അതായത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കൽ, അതാണ് അൾട്രാസൗണ്ട് സ്കാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് CT സ്കാനർ, അതായത് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ. അതായത് CT സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേയുടെയും കമ്പ്യൂട്ടറുടെയും സഹായത്തോടെ എന്ത് ചെയ്യുക, ആന്തര അവയവങ്ങളുടെ ഒരു 3D ചിത്രം അല്ലെങ്കിൽ ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ CT സ്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ MRI സ്കാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് അതും ഇതുപോലെ തന്നെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് MRI സ്കാനും ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഉപകരണങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പൊതുവെ പഠിക്കുന്നതാണ്. ഈ ECG ആയാലും MRI സ്കാൻ ആയാലും നമ്മൾ പൊതുവെ നമുക്ക് എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രക്തത്തിൽ അരുണ രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റുകളുണ്ട്, പിന്നെ ഹീമോഗ്ലോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്ന ഒരു വസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതെല്ലാം നോർമലായിട്ട് എത്ര വേണമെന്ന് ഇവിടെ ഒരു ലാബ് റിപ്പോർട്ടിൻ്റെ ഒരു പരിശോധനേൻ്റെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ട് എത്ര വേണമെന്നുള്ളത് ഇവിടെ സൈഡ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ ഈ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം, അതുപോലെ അരുണ രക്താണുക്കളുടെ എണ്ണം, ഹീമോഗ്ലോബിൻ്റെ അളവ്, അതുപോലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം, ഇതൊക്കെ എത്ര തന്നെ നോർമലായിട്ട് വേണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ഒരേപോലെ ഉണ്ടായാൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്താണ് ആയിട്ട് തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, ബന്ധപ്പെട്ട മേഖലകളും തന്നിട്ടുണ്ട്. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ കാർഡിയോളജി എന്ന് പറയുന്നത് ഹൃദയ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. പിന്നെ നേത്ര ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഓഫ്തമോളജി എന്നാണ്, നേത്ര ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ ന്യൂറോളജി ആണെങ്കിൽ അത് നാഡി സംബന്ധമായ മേഖലയിലാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സ, അത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓങ്കോളജി ആണ് ക്യാൻസർ ചികിത്സയിൽ. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റൊന്നാണ് ENT, അതായത് ചെവിയുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടോലാവറോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഭാഗം സ്പെഷ്യലൈസേഷൻ ചെയ്ത് പഠിക്കുന്ന ഡോക്ടേഴ്സ് പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നിനും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഹൃദയത്തിനായാലും നമ്മുടെ കണ്ണ് സംബന്ധമായാലും നാഡി സംബന്ധമായാലും ക്യാൻസർ ചികിത്സയായാലും അതുപോലെ ചെവി ആയാലും ഇതൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ഭാഗങ്ങളാണ്, ചികിത്സകളാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള ഒരു ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക തന്നെ ചെയ്യണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ശരീരോപരിതലത്തിലും ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ഇവ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളാണ് ഇപ്പോൾ മിക്കവാറും രോഗികൾക്ക് ഇപ്പം പ്രിഫർ ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്കുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി തന്നെ ചില സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ അതേ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് അതിനെതിരെ പ്രയോഗിക്കുന്നതും. അപ്പോൾ അതൊരു നല്ല ഔഷധമാണെന്നാണ് പറയുന്നത്. ശരീര ഉപരിതലത്തിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തും ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 1926
സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത്. അപ്പോൾ ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നതും ഒരു മരുന്നാണ്. അത് ഉണ്ടാക്കുന്ന തന്നെ ഫംഗസ്, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ച് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു മരുന്ന്. ഇപ്പം മിക്കവാറും അസുഖങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മിക്ക അസുഖങ്ങൾക്കും ഇപ്പം ആൻറ്റിബയോട്ടിക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന മൂലം ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതെന്താണ് പിന്നീട് അതൊരു പാർശ്വ ഫലങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഈ ആൻറ്റിബയോട്ടിക്കുകളും മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഈ രോഗാണുക്കൾക്ക് അത് മറികടക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി എന്താണ് അതുണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കുറേ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗാണുക്കൾക്ക് ആ മരുന്നിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി അത് നേടിയെടുക്കും ആ രോഗാണു. അപ്പോൾ അതൊരു പാർശ്വഫലമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്താ? ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആവരണങ്ങളും അതുപോലെ തന്നെ സ്രവങ്ങളൊക്കെ ആവരണങ്ങളിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ബാക്ടീരിയ, നമുക്ക് ഗുണമുള്ള ഒരുപാട് ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബാക്ടീരിയ, നമ്മൾ ഗുണകരമായി ചെയ്യുന്ന ബാക്ടീരിയകൾ പോലും എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് എന്ത് ചെയ്യും? കുറയും. നിരന്തരമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനും, അതായത് ഇപ്പം ഫംഗസുകൾ നശിപ്പിക്കാൻ വേണ്ടി ആൻറ്റി ഫംഗൽ എന്ന് പറഞ്ഞ മരുന്നുകളും, പിന്നീടുള്ളത് എന്താണ്? വൈറസുകളെ നശിപ്പിക്കാൻ വേണ്ടി ആൻറ്റി വൈറൽ മരുന്നുകളും ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങളും അതുപോലെ തന്നെ എന്താണ് ഓരോരോ അതായത് ഫംഗസുകൾക്കും അതുപോലെ വൈറസുകൾക്കും ഓരോരോ വിധത്തിലുള്ള മരുന്നുകൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രഥമ ശുശ്രൂഷയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ചെറുപ്പം, അതായത് 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വൈദ്യസഹായം തേടുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ ശുശ്രൂഷയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കുറേ പ്രഥമ ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബോധമില്ലാത്ത അല്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകുക, അതുപോലെ തന്നെ കയ്യിൽ സ്ലിങ് ഇട്ടിരിക്കുക, ശ്വാസനാളത്തിൽ തടസ്സം മാറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ എന്താണ് പ്രഥമ ശുശ്രൂഷകളിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാളെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് അത് കൈ കെട്ടിവെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുക ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഥമ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ അതിൽ 2-3 എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത് പ്രഥമ ശുശ്രൂഷകളായിട്ട് പറയുന്നത്. പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ്. അതായത് 4ാം ക്ലാസ് മുതൽ തന്നെ പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യസഹായം തേടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രഥമ ശുശ്രൂഷയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ടത് രക്തനിവേശത്തെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. എന്താണ് രക്തനിവേശം എന്ന് പറയുന്നത്?
അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് നമ്മൾ ഡൊണേഷൻ ചെയ്യാറുണ്ട്. അതായത് ചില ആക്സിഡൻറ്റിലൊക്കെ പെട്ടിട്ട് അമിതമായി രക്തം പോയി കഴിഞ്ഞാൽ അവർക്ക് രക്തം വേണ്ടി വരാറുണ്ട്. അങ്ങനെ മാത്രമല്ല പല സാഹചര്യങ്ങളിലും രക്തം വേണ്ടി വരാറുണ്ട്. അപ്പോൾ എന്താണ് ബ്ലഡ് ഡൊണേഷനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, രക്തനിവേശനം എന്ന് പറയുക. അപ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്തം കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 18 വയസ്സിനും 60 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല 3 മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യാം, രക്തം ദാനം ചെയ്യാം. പിന്നെ പറയുന്നതാണ് രക്തദാനം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ എന്ത് ചെയ്യാൻ പാടില്ല, രക്തം ഒരിക്കലും ദാനം ചെയ്യരുത്. മാത്രമല്ല രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, രക്തം ദാനം ചെയ്യാൻ പാടില്ല. രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ HIV അതുപോലുള്ള രോഗമുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും രക്തം ദാനം ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിബന്ധന എന്തുണ്ട്, രക്തം കൊടുക്കുന്നവരായാലും രക്തം സ്വീകരിക്കുന്നവരായാലും ഈ ഒരു നിബന്ധനകൾ പാലിച്ചേണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, രക്തനിവേശനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രക്തനിവേശനം എന്ന് പറയുന്നത്. ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകളിൽ എന്തൊക്കെ ആൻറ്റിജനുകളുണ്ട്, എന്തൊക്കെ ആൻറ്റിബോഡികളുണ്ട് എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ രക്തഗ്രൂപ്പുകൾ എയിൽ എന്തുണ്ട്, ആൻറ്റിജനായിട്ട് എ ഉണ്ട്, അതുപോലെ ആൻറ്റിബോഡി ആയിട്ട് ബി ആണ് ഉള്ളത്. അതുപോലെ തന്നെ രക്തഗ്രൂപ്പ് ബിയിൽ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി എയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ AB രക്തഗ്രൂപ്പിൽ എന്താണ്, എയും ബിയും ആൻറ്റിജൻ ഉണ്ട്, പക്ഷെ ആൻറ്റിബോഡികളില്ല. അതുപോലെ O രക്തഗ്രൂപ്പുകൾ എന്ന് പറയും, രക്തഗ്രൂപ്പിലുള്ളത് ആൻറ്റിജൻ ഇല്ല, അതുപോലെ തന്നെ ആൻറ്റിബോഡി ആയിട്ട് വരുന്നത് എയും ബിയും ആണ്. അപ്പോൾ ഇതാണ് രക്തഗ്രൂപ്പുകളുടെ ആൻറ്റിജനും ആൻറ്റിബോഡികളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് ചിലപ്പോൾ എക്സാമിന് ഉറപ്പായിട്ടും ചിലപ്പോൾ ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ടേബിളായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡികളും ഇല്ലാത്തത് ഏതൊക്കെയാണ്, അങ്ങനെ വിട്ടുപോയ ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ പൂരിപ്പിക്കാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നോക്കി വെക്കണം, എന്തായാലും എക്സാമിന് ചോദിക്കാം. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള രക്തഗ്രൂപ്പുകളും സ്വീകരിക്കാൻ കഴിയില്ല. അതിനുള്ള ഒരു കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള A, B എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. ഇതിൽ ഏത് ആൻറ്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. പ്ലാസ്മയിൽ കാണുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശനത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. A ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബിയും B ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എയും ആണുള്ളത്. A, B ആൻറ്റിജനുകൾ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ D അഥവാ RH ഘടകം ഉണ്ടാകാം. RH ഘടകം ഉള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. അതായത്
ആൻറ്റിബോഡികളുടെ ഇതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻറ്റിജൻ്റെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ രക്തഗ്രൂപ്പിന് ഓരോരോ പേരുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് RH ഘടകം ഇല്ലാത്തത് നെഗറ്റീവ് ഗ്രൂപ്പായിട്ടും RH ഉള്ളത് എന്ത് ചെയ്യും പോസിറ്റീവ് ഗ്രൂപ്പായിട്ടുമാണ് എടുക്കുന്നത്. പിന്നെന്താ പറയുന്നത്, ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായും കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പും രക്തവും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന ഗ്രൂപ്പിലുള്ള ഒരാളാണ് രക്തം കൊടുക്കുന്നതെങ്കിൽ അവരുടെ ആൻറ്റിജൻ എ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ബി പോസിറ്റീവ് ബി രക്തഗ്രൂപ്പാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ ആൻറ്റിബോഡി ബി ആണ് വരിക. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയും രണ്ടും വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. കാരണം ആൻറ്റിജൻ എന്ന് പറയുന്നത് എയുടെ രക്തഗ്രൂപ്പിൽ എ ആണ്, പക്ഷെ ബി ആണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ ആൻറ്റിബോഡി എന്തായിരിക്കും, ബി എന്ന ആൻറ്റിബോഡി ഉണ്ടാവുന്ന രക്തഗ്രൂപ്പ് രണ്ടും വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ടും വ്യത്യസ്തമാകുമ്പം ഈ എ എന്ന ആൻറ്റിജനും ബി എന്ന ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കാൻ തുടങ്ങും. അപ്പോൾ രക്തം അവിടെ കട്ട പിടിക്കും. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരേ രക്തഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, രക്തം നിവേശനത്തിന് പറ്റുള്ളൂ. അല്ലാതെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും രക്തനിവേശനം നടത്താൻ പാടില്ല. കാരണം ഇതാണ് സംഭവം. കാരണം എല്ലാ സ്ഥലത്തും ആൻറ്റിജനും ആൻറ്റിബോഡികളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ എ എന്ന ആൻറ്റിജൻ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യില്ല, ബി എന്ന ആൻറ്റിബോഡി ഉള്ള രക്തഗ്രൂപ്പ് സ്വീകരിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ രണ്ടും തമ്മിൽ പ്രതിപ്രവർത്തിച്ചിട്ട് എപ്പോഴും രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രക്തം കട്ട പിടിക്കാനും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഗ്രൂപ്പുകളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്തനിവേശനത്തിന് കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഇത്രനേരം നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സസ്യങ്ങൾക്കും രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല രോഗങ്ങൾ ഉണ്ടാവാറ്, മൃഗങ്ങൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി അവയ്ക്കുമുണ്ട് അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇലകളിൽ മെഴുക ആവരണം ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പം ഇലകളിലൂടെ രോഗാണു പ്രവേശനത്തെ തടയുന്നു. അപ്പം ഇലകളിലൂടെയാണ് രോഗാണുക്കൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ ഇലകളിൽ ഒരു മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. അതിന് പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ആ ആവരണം വഴി എന്ത് ചെയ്യും, വരുന്ന രോഗാണുക്കളെ തടയാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പുറന്തൊലിയാണ്. അതെന്ത് ചെയ്യുന്നത്, ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അതായത് സസ്യങ്ങളുടെ ഉള്ളിലും കോശങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കോശങ്ങളെ എന്ത് ചെയ്യും, പുറത്തു നിന്ന് വരുന്ന രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ പുറന്തൊലി. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോശഭിത്തിയാണ്. ശുദ്ധമായ പ്രതിരോധ കവചം ലിഗ്നിൻ, ക്യൂട്ടിക്കിൾ, സ്യൂബറിൻ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു.
അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കവചം. അതുപോലെ ലിഗ്നിൻ, ക്യൂട്ടിക്കിൾ, സ്യൂബറിൻ എന്ന് പറഞ്ഞ രാസഘടകങ്ങൾ എന്ത് ചെയ്യും, ഈ കോശഭിത്തിക്ക് ഒരു ദൃഢത നൽകും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഈ കോശഭിത്തി ഇത്രയും ദൃഢതയുള്ളതും ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പുറത്തു നിന്നുള്ള രോഗാണുക്കൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു. മാത്രമല്ല ഈ കോശഭിത്തിയിൽ എന്തുണ്ട്, കാലോസ് എന്ന ഒരു പോളിസാക്കറൈഡ് കോശഭിത്തി, അതായത് അതിൽ രൂപപ്പെടുന്ന, അതായത് ആ കോശഭിത്തിയിൽ രൂപപ്പെടുന്ന ഒന്നാണ് എന്ത്, കാലോസ് എന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്, കോശഭിത്തി മറികടന്ന് അഥവാ ഏതെങ്കിലും ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയും. അതായത് കോശഭിത്തി ഓൾറെഡി എന്താണ്, ദൃഢതയുള്ളതാണ്. ഇനി അഥവാ ഏതെങ്കിലും രോഗാണുക്കൾ, കാരണം പുറത്തുനിന്ന് രോഗാണുക്കൾ എന്തായിരിക്കും, അതിനേക്കാൾ ഏറെ മാരകമായ രോഗാണുക്കളായിരിക്കും പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രോഗാണു ഈ കോശഭിത്തി മറികടന്ന് ഉള്ളിലേക്ക് വന്നാൽ തന്നെ എന്താണ്, ഈ കാലോസ് എന്ന് പറഞ്ഞ രാസവസ്തു അല്ലെങ്കിൽ ഘടകം എന്ത് ചെയ്യും, ഈ കോശഭിത്തി മറികടന്ന് വന്ന രോഗാണുക്കളെ കോശസ്ഥലത്തിലേക്ക് കടത്തിവിടാതെ തടയും. അപ്പോൾ ഇങ്ങനെയാണ് ഇലകളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിലെ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനിലെ രോഗപ്രതിരോധ ശേഷി എങ്ങനെയൊക്കെയാണ് നിലനിർത്തുന്നത്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതുപോലെ തന്നെ അവസാനം പറഞ്ഞത് സസ്യങ്ങളുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് കണ്ടത്. അതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിന് ഉത്തരം ഞാൻ തീർച്ചയായിട്ടും തരുന്നതുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.